എന്താ ആശ, നിനക്ക് ഭ്രാന്തുണ്ടോ? എന്തൊരു മനുഷ്യനാ, നടക്കുന്ന വെറുതെ പുറകെ, സ്വയമായിട്ടിരിക്കാൻ സമ്മതിക്കത്തില്ല. ശല്യം കേറി വന്നിരിക്കുന്നു. ഞാൻ പോകുന്നു. ഞാൻ ആയമ്മ പോകുന്നെന്ന് നീ ഒന്ന് വിളിക്കേ. ഇല്ല, ഞാൻ വിളിക്കില്ല. നീ ഒരു കാര്യം മറക്കരുത് കുട്ടി. 14 വർഷം എന്റെ കൈകൊണ്ട് നിനക്ക് പാല് തന്നു. ആ പാലാണ് നീ എന്റെ മുഖത്തൊഴിച്ചത്. ആയമ്മയ്ക്ക് 14 വർഷത്തിന്റെ പ്രതിഫലം നീ തന്നു. ചാർലി, ഞാൻ പോകുന്നു. ആയമേ നിൽക്കായമേ. ആയമേ ആശേ, ആയമേ ആശേ, നീ വിളിക്കുമോളെ. മോളെ, നീ നന്നാവാൻ വേണ്ടിയാണെന്ന് കരുതിയാ മതി. എനിക്ക് നിന്നെ രക്ഷിക്കണം. എന്നെ നന്നാക്കാൻ നിങ്ങൾ ആരാ? ഓ, നന്നാക്കാൻ വന്നിരിക്കുന്നു. നിങ്ങൾ ആരാ രക്ഷിച്ചിട്ടുണ്ട്? നിങ്ങൾ നശിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. bum 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 ba. Happy birthday to you. Happy birthday to you. Happy birthday, dear Rosie. Rosie, Rosie. Happy birthday, Rosie. Rosie, നിനക്ക് എന്ത് പറ്റി റോസി? നിങ്ങളെ എനിക്കിഷ്ടമല്ല. എന്താ, പഴയ കാലത്തിലേക്ക് പോയോ? അതൊക്കെ ശരിയായിരുന്നെന്ന് തോന്നുന്നുണ്ടല്ലേ? മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുമ്പോ അതിനുള്ള യോഗ്യത ഉണ്ടോന്ന് സ്വയം ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾ എന്റെ ആരുമല്ല, ചെകുത്താനാ, ഡെവിൽ. എന്താ പിന്നെ ആ കുട്ടിയെ കുറ്റപ്പെടുത്താതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ? ഒന്നുമില്ല, ഒന്നുമില്ല. കൊള്ള, മറ്റുള്ളവരെ ചിരിപ്പിച്ച് സ്വയം വേദനിക്കുകയാണല്ലേ? പാടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഉള്ളിൽ എന്തെങ്കിലും വേദനയും നൊമ്പരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എനിക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു മുറിപ്പാട്, അതിന് ഇപ്പോഴും ചോര പൊടിയുന്നു. ചിരിക്കണ്ട. ഒരു വെള്ള തുണി കൊണ്ട് നിങ്ങളത് മറയ്ക്കാൻ ശ്രമിക്കുക. ആ തുണിയിൽ ചോരയുടെ നനവ് എനിക്ക് കാണാം. ഗീത ഇങ്ങനെ സാഹിത്യം പറയാതെ. ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചല്ല. നിങ്ങളെ കൂടുതൽ കൂടുതൽ അറിയും തോറും ഒരുമിച്ച് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്താണ് നിങ്ങളുടെ വിഷമം? എന്നോട് പറയൂ. എന്നോട് പറയൂ ചാർലി. എന്തു പറ്റി തടിയന്? ഇത്ര കുറച്ച് ആഹാരം മതിയോ? ഗീതേ, കഴിഞ്ഞ 14 വർഷം ദിവസവും ഞാനൊരു ആനയെ തിന്നുമായിരുന്നു. എനിക്കിപ്പോൾ ഈ ജീവിതത്തോട് താല്പര്യം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇനിയും എന്റെ ശരീരം വളർന്നുകൂടാ. ഗീതയ്ക്ക് ഞാൻ നല്ലൊരു മാച്ച് ആയിരിക്കണ്ടേ? അയ്യോ ചാർലി, അങ്ങനെ മെലിയണ്ട. എനിക്ക് തടിയനെയാണ് ഇഷ്ടം. സോറി. താങ്ക് യു.
ഞാൻ ബിന്ദു. ഹലോ. നമ്മുടെ ചാർലി ചായന്റെ. ചാർലിക്ക് വേണ്ടി നമ്മുടെ ജെയിംസ് കുട്ടി ചായൻ ഏർപ്പാട് ചെയ്ത കാര്യമാ. ഞങ്ങൾ ഇതുവഴി ടൂറിന് ഇറങ്ങിയപ്പോ ചാർലി ചായൻ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. ബിന്ദുവിനും താല്പര്യമാ. ചേച്ചി. അയ്യോ സമയമില്ല. പിന്നെ ഒന്നോ രണ്ട് കാപ്പി കുടിക്കാനുള്ള സമയമേ ഉള്ളൂ. എന്റെ അങ്കിളിന്റെ ഹൃദയം പൂവാ. ചെമ്പരത്തിപ്പൂവ്. എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ. നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തൊരു പൊരുത്തമാ. Made for each other. एक तुझे के लिए. അങ്കിളും വലിയ നാണക്കാരനാ. ചേച്ചി ഇത്ര മോഡേൺ ആയിട്ട് മടിച്ചാലോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു? ചെല്ലു ചേച്ചി, ചെല്ലുന്നേ. ചെല്ല് ബിന്ദു. എന്താവോ? ആരാ? ഞങ്ങള് വേളാങ്കണ്ണി വന്നതാ. അതിന് വേളാങ്കണ്ണി ഇതല്ലല്ലോ. മത്തായി ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? ഏത് മത്തായി ചേട്ടൻ? നിങ്ങളെ ആരാ ഈ മുറിയിലോട്ട് പറഞ്ഞോട്ട്? വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ട. ചുണ്ടില് കോപ്പി. ഈ കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പാവം മത്തായി ചേട്ടൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒരു വേളാങ്കണ്ണി ടൂർ സംഘടിപ്പിച്ചത്. ഒറ്റയ്ക്കൊരു സ്ത്രീ ചെറുക്കനെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. ഓ ഈ കാലത്ത് അങ്ങനൊന്നുമില്ല. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. എങ്ങോട്ടാ? അതൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 5 പെമ്മക്കൾക്ക് ഒരു കുഞ്ഞാങ്ങളേ ഉള്ളൂ. അവൻ മസ്കറ്റില്ല. ഞാനാ മൂത്തത്. എന്റെ താഴെ 4 പേര് കല്യാണം കഴിച്ചു കൊടുത്തു. ഇനിയുള്ളത് ഞാനാ. നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? പിടിക്കുകയാണല്ലോ. നമ്മൾ എങ്ങോട്ടാ പോണേ? വരണം വരണം വരണം. കേറണം കേറണം വരണം. ആ കേറണം. വണ്ടി എടുക്കണോ? വണ്ടി എടുക്കണോ? എന്താ വണ്ടി വണ്ടി വൃത്തിയായിട്ടവനെ എന്നാ പണിയായി വന്ന് കാണിച്ച്? എടാ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണ് കെട്ടിയടാ കൂഴത്തൊക്കെ കെട്ടിക്കോ. മുടയില്ലേലും ഞാൻ പോവേ.